ഹായ് എവരിവൺ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് 80C എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാലൻസ് വേറെ കുറച്ച് ഡിഡക്ഷൻസാണ് പറയുന്നത്. 80CCC, 80CCD, പിന്നെ CCE, CCD1B, പിന്നെ CCD2. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് പറഞ്ഞിട്ടൊരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് CCC എന്ന് പറയുന്നത്? ഇതിൽ ചില പെൻഷൻ ഫണ്ടുകളിൽ ഇപ്പോൾ LICയുടെ ഒക്കെ എന്താണ് ചില ആനുറ്റി പ്ലാനുകളൊക്കെ ഉണ്ടാവും. അതുപോലുള്ള കോൺട്രിബ്യൂഷൻ ടു സർട്ടൻ പെൻഷൻ ഫണ്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസാണ് CCC എന്ന് പറയുന്നതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ മാക്സിമം ഡിഡക്ഷനും 1,50,000 തന്നെയാണ്. പിന്നെ CCD ഉണ്ട്, CCD1 എന്നാണ് അതിൽ പറയുന്നത്. അത് കോൺട്രിബ്യൂഷൻ ടു NPS ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. എന്താണ് NPS എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? NPS എന്ന് പറഞ്ഞാൽ നാഷണൽ പെൻഷൻ സ്കീമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ നാഷണൽ പെൻഷൻ സ്കീം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻഡിവിജ്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സാലറിയുടെ 10% അത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമുക്കെന്താണ് 10% നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അതല്ല മറ്റ് എംപ്ലോയീസിനൊക്കെ ആണെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 20% കിട്ടും. ഓക്കെ, ദെൻ 80CCE. ഈ CC എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 80C, അതുപോലെ തന്നെ 80CCC, 80CCD1, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് 1,50,000 കിട്ടുള്ളൂ. ഓരോന്നിലും 1.5 ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 80CCE പറയുന്നത് എന്താണ്? ഇത് 3 കൂട്ടിയിട്ട് ലാസ്റ്റ് എത്ര കിട്ടുള്ളൂ? 1.5 ലക്ഷം വരെ മാത്രമേ കിട്ടുള്ളൂ. അതാണ് ടോട്ടൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C, 80CCC ആൻഡ് 80CCD. ലിമിറ്റ് ടു 1.5 lakh, 1.5 ലക്ഷത്തിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. കണക്ക് ഒരുപാട് വരുമ്പോൾ ഇത് മൊത്തത്തിൽ എടുത്തിട്ട് 3 കൂടി കൂട്ടിയിട്ട് അതിൽ 1.5 കൂടി ലിമിറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. ദെൻ 80CCD1B, ഇതും ഇൻഡിവിജ്വലിന് മാത്രം കിട്ടുന്നതാണ്. കോൺട്രിബ്യൂഷൻ ടു NPS ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു NPS, നാഷണൽ പെൻഷൻ സ്കീം. ഇതിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ഡിഡക്ഷൻ നമുക്ക് കിട്ടും, ഒരു 50,000 രൂപ. ഓക്കെ, അതാണ് 80CCD1Bയിൽ പറയുന്നത്. ദെൻ 80CCD2, ഇതിൻ്റെ പ്രത്യേകത ഈ NPS ഉണ്ടല്ലോ, ഇതിലേക്ക് എംപ്ലോയർ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ എംപ്ലോയറും ചിലപ്പം കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 10% ഓഫ് സാലറി നമുക്ക് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാവും. നോക്കാം. ദി ഫോളോയിങ് ആർ ദി പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ മിസ്റ്റർ രത്നാകർ, എംപ്ലോയിഡ് ഇൻ KPL ലിമിറ്റഡ് ഡ്യൂറിംഗ്. You are required to compute deduction to be allowed under chapter 6A for the assessment year. അപ്പോൾ എത്ര ഡിഡക്ഷൻ കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഡെപ്പോസിറ്റഡ് ₹1,30,000 ഇൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 1,30,000 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടും. ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 12,000 ഓൺ ദി പോളിസി ടേക്കൺ. 1/5/2016 പോളിസി എടുത്തത്. അതിൻ്റെ സം അഷ്വേർഡ് പറഞ്ഞിട്ട് 1 lakh ആണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 80C ആണ്, ഇത് 80Cയിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ഹി ഡെപ്പോസിറ്റഡ് 20,000 ടു എ 5-year ടേൺ ഡെപ്പോസിറ്റ് വിത്ത് ഷെഡ്യൂൾ ബാങ്ക്. അവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് നമുക്ക് 80Cയിൽ കിട്ടും. ദെൻ ഹി കോൺട്രിബ്യൂട്ടഡ് 1,80,000 ബീങ് 15% ഓഫ് സാലറി to the national pension scheme of central government. The employer also contributed to the same amount. അപ്പോൾ നമ്മളിതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റ് ഇട്ടുന്നത് അഡീഷണൽ ആയിട്ട്. ദെൻ എന്താ പറയുന്നത്? ഹി കോൺട്രിബ്യൂട്ടഡ് 1,80,000, 1,80,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. അത് എത്രയാണ്? 15% ഓഫ് സാലറിയാണ്.
അപ്പോൾ സാലറിയുടെ 15% ആണ് 1,80,000. അതാണ് NPSലേക്ക് ഇടുന്നത്. അതേ തുക എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഡിഡക്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. എന്നിട്ട് ഓരോന്നും നമുക്ക് നോക്കാം. നോക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഫോർ ദി അസസ്മെൻറ്റ് ഇയർ ഒക്കെ നിങ്ങൾ കൊടുക്കുക. 80C പ്രകാരം കിട്ടുന്നതാണ് നമ്മൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 1,30,000 നമ്മൾ അതേപോലെ അവിടെ കൊടുത്തു. 80C പ്രകാരം തന്നെ നമുക്ക് LIC പ്രീമിയം ശ്രദ്ധിക്കുക. LIC പ്രീമിയം എന്ന് പറയുന്നത് സമ്മേഷയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് 1,00,000. അപ്പോൾ പോളിസി എടുക്കുന്നത് എന്നാന്ന് നമ്മൾ 15-ന് ശേഷമായിട്ടാണ് വരുന്നത്. അപ്പോൾ 12-ന് ശേഷമാണെങ്കിൽ എത്രയാണ്, 10% കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് 1,00,000-ൻ്റെ 10%, 10,000. ആക്ച്വൽ എമൗണ്ട് അദ്ദേഹം കൊടുത്തത് 12,000 അപ്പോൾ അതിലേറ്റവും കുറവ് 10. അപ്പോൾ അതങ്ങനെ എടുത്തു. ദെൻ അതിൻ്റെ കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ടോ, ബീയിങ് പോളിസീസ് ആഫ്റ്റർ 1/4/2012 ഇറ്റ് ഈസ് 10%. പോളിസി എടുത്തത് 12-ന് ശേഷമായതുകൊണ്ട് 10% മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ദെൻ 5-year ടേൺ ഡെപ്പോസിറ്റ് അത് 80Cയിൽ വരുന്നതാണ് 20,000, അത് അതേപോലെ കൊടുത്തു. ദെൻ ഇദ്ദേഹം നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ്, അവിടെ ശ്രദ്ധിക്കുക, 1,80,000 കോൺട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് റൂളുണ്ട്, എത്രയേ കിട്ടുള്ളൂ, സാലറിയുടെ 10% മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. സോ ഇവിടെ 1,80,000 എന്ന് പറയുന്നത് 15% എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ 10% ആക്കി മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, ഇതാണ് 1,80,000 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയാൻ 15 കഷ്ണമായി. നമുക്ക് അതിനൊരു 10 കഷ്ണം എടുത്ത്, അപ്പോൾ ഇൻറ്റു 10, അപ്പോൾ എത്രയും 1,20,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 2,80,000 ആയി. അപ്പോൾ നമുക്ക് റൂള് നമുക്കറിയാം, 80CCE പ്രകാരം അഗ്രിഗേറ്റ് ഡിഡക്ഷൻ എത്ര കിട്ടുള്ളൂ, 1,50,000 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2,80 എത്രയാക്കി ചുരുക്കി, 1,80 ആക്കിയിട്ട് 50 ആക്കിയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞ NPSലേക്ക് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അഡീഷണൽ ഡിഡക്ഷൻ കിട്ടും. അത് 80CCD1Bയിലാണ് വരിക, അത് മറക്കരുത്. അതൊരു 50,000 അത് നമ്മളിട്ടു. നമുക്ക് പരമാവധി കിട്ടുന്നൊക്കെ നമുക്ക് എടുക്കണം. ദെൻ നമ്മുടെ എംപ്ലോയറും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അഡീഷണൽ ആയിട്ട് അല്ലേ, അത് 80CCDയിൽ. അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് NPSലേക്ക്, അപ്പോൾ അതും ശ്രദ്ധിക്കുക, അതും 10% കിട്ടുള്ളൂ. റെസ്ട്രിക്ഷൻ ഉണ്ട് 10%. ആ 10% ഓൾറെഡി നമ്മളിവിടെ കണ്ടുവച്ചിന് അല്ലേ, 1,20,000. അപ്പോൾ അതും നമുക്ക് കിട്ടും. അങ്ങനെ ഇവിടെ 1,50 അഡീഷണൽ ആയിട്ടുള്ള ഒരു 50,000, പിന്നെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയൊരു 1,20,000. അപ്പോൾ അവിടെ കൂടിയിട്ട് മൊത്തം എത്ര ഉണ്ട്, 3,20,000 ടോട്ടൽ ഡിഡക്ഷൻ ഇയാൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, 80C എന്ന് പറയുന്ന സംഭവത്തിൽ 80Cയും 80CCC ഈ ഒരു സംഭവമൊക്കെ പാടെ കൂടിയിട്ട് എന്താണ് 1,50,000 വരെ കിട്ടുള്ളൂ. പക്ഷെ അതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, 80CCD2 അതുപോലെ എന്താണ് CCD1B ഒക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. ഓക്കെ ആണല്ലോ.